ഹായ് ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രൊഫഷണൽ സ്കില്ലാണ് ഇമെയിൽ എറ്റിക്കറ്റ്സ്, അതായത് ഇമെയിൽ മര്യാദകൾ. നമ്മളൊരു ഇമെയിൽ അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇന്നത്തെ നമ്മുടെ ഫോക്കസ് ഫ്രഷേഴ്സ് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഒന്നാമതായി നമ്മളുടെ ഇമെയിൽ ഐ ഡി. ഏത് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് നമ്മൾ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത്? അതൊരു പ്രോപ്പർ ഇമെയിൽ ഐ ഡി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പലരും സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് cool@gmail.com, cutegirl@yahoo.com ഇങ്ങനത്തെ ഇമെയിൽ ഐ ഡീസ് ആണ്. ഇതൊന്നും നമ്മളൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് പ്രൊഫഷണൽ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴും ഇങ്ങനത്തെ ഇമെയിൽ ഐ ഡീസ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ അങ്ങനത്തെ ഇമെയിൽ ഐ ഡി ആണ് നമുക്ക് ഓൾറെഡി ഉള്ളതെങ്കിൽ പോലും പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ ഇമെയിൽ ഐ ഡി എന്നുള്ളതിനെക്കാട്ടിലും നിങ്ങളുടെ അക്കൗണ്ട് നെയിമും നിങ്ങളുടെ സ്വന്തം പേരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേതൊരു ഗുഡ് എക്സാമ്പിളാണ്. ഇവിടെ അക്കൗണ്ട് നെയിം ചൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇങ്ങനെയാണ്. അതേപോലെ ഇമെയിൽ ചൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നെയിം ഡോട്ട് ലാസ്റ്റ് നെയിം @gmail.com. ഇതൊരു നല്ല പ്രാക്ടീസാണ് ഇമെയിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ നിങ്ങളുടെ പേരിൽ ഇമെയിൽ ഐ ഡി അവൈലബിൾ അല്ലെങ്കിൽ പോലും ഇതിൻ്റെ കൂടെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു വളരെ മോശം എക്സാമ്പിളാണ്. ഇവിടെ അക്കൗണ്ട് നെയിം നോക്കിയാൽ കൂൾ ഡൂഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇമെയിൽ ഐ ഡി ആണെങ്കിലും കൂൾ ഡൂഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്ത് നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് കാണുന്ന റിക്രൂട്ടറിന് കിട്ടുന്ന മെസ്സേജ് ഇയാൾ തീരെ പ്രൊഫഷണൽ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അതിന് അപ്പുറത്തേക്ക് കൺസിഡർ ചെയ്യപ്പെടാനുള്ള സാധ്യത തന്നെ കുറയുകയാണ് ചെയ്യുന്നത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് ലൈൻ ആണ്. ഒരുപാട് പേര് പ്രത്യേകിച്ച് ഫ്രഷേഴ്സ് സബ്ജക്റ്റ് ലൈൻ തീരെ ശ്രദ്ധിക്കാറില്ല. അവർ വെറുതെ ഹായ് എന്നെഴുതും അല്ലെങ്കിൽ ഹലോ എന്നെഴുതും. അതല്ലെങ്കിൽ മൈ റെസ്യൂമേ, ജോബ് ആപ്ലിക്കേഷൻ ഇങ്ങനെ വളരെ വേഗമായിട്ടുള്ള സബ്ജക്റ്റ് ലൈനാണ് ഇടുന്നത്. അപ്പോൾ ഒരു റിക്രൂട്ടറിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിവസം ഒരു 100ഓ 1000ഓ ഒക്കെ ആപ്ലിക്കേഷൻസ് കിട്ടും. ഇതിനകത്തുനിന്ന് വെറുതെ മൈ റെസ്യൂമേ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു മെയിൽ അവർ തുറക്കാൻ തന്നെ സാധ്യത കുറവാണ്. അതേസമയം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ലൈനാണ്. ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ സബ്ജക്റ്റ് ലൈനിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ആ പൊസിഷന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പലയിടത്തും നമ്മൾ കരിയർ പോർട്ടൽസിൽ സെർച്ച് ചെയ്താൽ ഏതൊരു പൊസിഷൻ്റെയും കൂടെ ഒരു പൊസിഷൻ ഐ ഡി ഉണ്ടായിരിക്കും. അപ്പോൾ ആ പൊസിഷൻ്റെ ഐ ഡിയും നമ്മൾ സബ്ജക്റ്റ് ലൈനിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഞാൻ 2 എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേതൊരു നല്ല എക്സാമ്പിളാണ്. ഇവിടെ ആദ്യം നമ്മൾ ജോബ് ഐ ഡി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ എന്താണോ അത് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. പിന്നെ റെസ്യൂമേ ഹൈഫൻ നമ്മുടെ പേരും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ലൈൻ കാണുമ്പോൾ തന്നെ കിട്ടുന്ന ആളിന് മനസ്സിലാവും ഇത് എന്തിനു വേണ്ടി വന്നിരിക്കുന്ന മെയിലാണെന്നുള്ളത്. രണ്ടാമത്തേതൊരു മോശം എക്സാമ്പിളാണ്. വെറുതെ മൈ റെസ്യൂമേ എന്ന് മാത്രമാണ് സബ്ജക്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ റിക്രൂട്ടറിന് ഒന്നും മനസ്സിലാവില്ല. ഇത് എന്താണ്, ആരുടേന്ന് വന്നിരിക്കുന്നതാണ്, ഏത് പൊസിഷന് വേണ്ടിയിട്ടുള്ളതാണ്, ഒന്നും ഇതിനകത്തിൽ ക്ലിയർ അല്ല. അപ്പം ഇങ്ങനത്തെ സബ്ജക്റ്റ് ലൈൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇനി മെയിൻ കണ്ടന്റിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മെയിൽ കിട്ടുന്ന ആളിനെ അഭിസംബോധന ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ ഒരു റൂൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപാട് ഫോമലോ ആവാൻ പാടില്ല, ഒരുപാട് കാഷ്വലോ ആവാൻ പാടില്ല. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളൊരു ലെവലാണ് MNCസിലൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പേരും കൂടി ആഡ് ചെയ്ത് നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ടു ഹുംസോഎവർ ഇറ്റ് മേ കൺസേൺ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. അത് അത്ര അക്സെപ്റ്റബിൾ അല്ല. പിന്നെ റെസ്പെക്റ്റഡ് സർ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ടു ഫോമൽ. ഹായ് ദേർ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ഇറ്റ്സ് ടു കാഷ്വൽ. അപ്പം ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഫോണ്ട് ആൻഡ് ഫോമാറ്റിംഗ്, ഇതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോണ്ടാണ് ചൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. വളരെ ഫങ്കി ആയിട്ടുള്ള വായിക്കാൻ പ്രയാസമുള്ള തരത്തിലുള്ള ഫോണ്ടൊന്നും ചൂസ് ചെയ്യാതെ ഇരിക്കുക. പിന്നെ അതുപോലെ ചിലർ യൂസ് ചെയ്യുന്നതാണ് കളേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ്. ഇതും നമ്മൾ ഫോമലായി ഒരു ഇമെയിലൊക്കെ അയക്കുമ്പോൾ തീരെ അക്സെപ്റ്റബിൾ അല്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റേഴ്സും ബോൾഡ് ലെറ്റേഴ്സും ഇതൊന്നും വെറുതെ ആവശ്യമില്ലാതെ എഴുതാൻ പാടില്ല. ഇനി മെയിൻ കണ്ടന്റിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു ബ്രീഫ് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ മെയിൽ അയച്ചിരിക്കുന്നത്, അതായത് ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ജോലിക്ക് അർഹരായിരിക്കുന്നത് എന്നുള്ളതിന് ഒരു സ്കിൽ പ്രൊഫൈലും കൂടി മെൻഷൻ ചെയ്യുക. പിന്നെ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുക.
ഇതിനകത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഇമെയിൽ എഴുതാതെ ഇരിക്കുക. കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. പിന്നെ അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയക്കുന്നതിന് മുമ്പ് എല്ലാ വേർഡ്സും പ്രൂഫ് റീഡ് ചെയ്ത് നോക്കുക. നമ്മുടെ ഇമെയിൽ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ. ഹായ് ദെയർ എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തീരെ അഡ്വൈസബിൾ അല്ല. പിന്നെ കളേർഡ് ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സെൻറ്റൻസ് ഒക്കെ കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം ആവശ്യമുള്ളതൊന്നും കൊടുത്തിട്ടുമില്ല. ഇവിടെ നമ്മളൊരു നല്ല എക്സാമ്പിളാണ് കാണുന്നത്. ഇവിടെ സബ്ജക്റ്റ് ലൈൻ നന്നായി കൊടുത്തിരിക്കുന്നു. ഹായ് മിസ്റ്റർ അനിൽ എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്യുന്നു. പിന്നെ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ക്ലിയറായി പറയുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രൊഫൈൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടിരിക്കുന്നതെന്നും കൊടുക്കുന്നുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ, പിന്നെ ഇൻറ്റേൺഷിപ്പ് ആണെങ്കിലും അതിലുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെ വളരെ ബ്രീഫായിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് സ്ട്രെങ്ത്സ്, അതും ഈ ജോലിക്ക് പറ്റിയ സ്ട്രെങ്ത്സ് ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അനാവശ്യമായ ഫോണ്ടും സ്മൈലിയും ക്യാപിറ്റലൈസേഷനും കളറിങ്ങും ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇമെയിലാണിത്. ഇനി വരുന്നത് സിഗ്നേച്ചർ. നമ്മൾ ഫിസിക്കൽ സിഗ്നേച്ചർ ഇമെയിലിൽ കൊടുക്കാറില്ല. അതേസമയം നമ്മളുടെ പേരും കോൺടാക്റ്റ് ഇൻഫർമേഷനും ഒക്കെ കൂടി ഒരു പാർട്ട് എൻഡിൽ കൊടുക്കും. അതാണ് ഇമെയിലിലെ സിഗ്നേച്ചർ. ഇവിടെ കാഷ്വൽ ആയിട്ടുള്ള സിഗ്നേച്ചേഴ്സ് അവോയ്ഡ് ചെയ്യുക. നമ്മളുടെ ഫുൾ നെയിം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എൻഡ് ചെയ്യുന്നത് റിഗാർഡ്സ് അല്ലെങ്കിൽ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ്, താങ്ക് യു, അതല്ലെങ്കിൽ സിൻസിയർലി, ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്ത് ഇമെയിൽ എൻഡ് ചെയ്യാവുന്നതാണ്. അനാവശ്യമായ കോഡ്സ്, സ്മൈലീസ് ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഫ്രഷേഴ്സ് ഇതൊക്കെ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷനും സിഗ്നേച്ചറിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. നേരത്തെ കാണിച്ച എക്സാമ്പിളിൽ സിഗ്നേച്ചറും നമ്മൾ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അത് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി അയക്കുന്നതിന് മുമ്പ് നമ്മളുടെ റെസ്യൂമേ, കവർ ലെറ്റർ, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടില്ലേ എന്ന് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സെൻഡ് ചെയ്യുക. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് PDF വേർഷൻസ് അയക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വേർഡിലൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോമാറ്റിംഗ് ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് PDF വേർഷൻ അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.